Namaste. Those who are new here, I'm Dr. Susan Kaur, the life psychologist and transformation coach. ഇന്നത്തെ നമ്മുടെ ടോപ്പിക് എന്ന് പറയുന്നത് ഡിവോഴ്സ് ഇസ് ദ ഓൺലി വേ ടു എസ്കേപ്പ് ഫ്രം എ നാർസിസിക് പാർട്ട്ണർ. ഡിവോഴ്സ് കൊണ്ട് മാത്രമാണോ നമുക്കൊരു നാർസിസിക് പാർട്ട്ണറിൽ നിന്ന് എസ്കേപ്പ് ചെയ്യാൻ പറ്റുക, അല്ലാതെ വേറെന്തെങ്കിലും വഴികളുണ്ടോ? അങ്ങനെ ആ വഴികളുണ്ട്, എന്തൊക്കെ കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കണം? ഇനി അഥവാ നമ്മളൊരു ഡിവോഴ്സിലേക്കോ നമ്മുടെ സെപ്പറേഷനിലേക്കോ പോവുകയാണെങ്കിൽ എന്തൊക്കെയാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എന്നുള്ള കാര്യങ്ങളാണ് നമ്മൾ ഈ വീഡിയോയിൽ നോക്കുന്നത്. സോ ലെറ്റ്സ് ഡൈവ് ഇൻ. നമ്മൾ സാധാരണ എല്ലാവരും ചോദിക്കും, പറയും നാർസിസിന്റെ കൂടെ ജീവിക്കുക എന്ന് പറയുന്നത് വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്, വളരെ ടോക്സിക് ആണ്, അവർ സെൽഫ് സെൻറ്റേർഡ് ആണ്, സെൽഫിഷ് ആണ്, എംപതി ഇല്ല, അല്ലെങ്കിൽ കുറച്ചൊക്കെ എംപതികളെ ഉള്ളൂ എന്നുള്ള, അല്ലെങ്കിൽ ഇനി അഥവാ എംപതി ഉണ്ടെങ്കിൽ തന്നെ അവർ അവരുടെ കാര്യസാധ്യത്തിന് വേണ്ടി കാണിക്കുന്നവരൊക്കെ ആയിരിക്കും. അങ്ങനെയൊക്കെ വരുമ്പോൾ തന്നെ നമ്മുടെ ജീവിതം വളരെ ദുസ്സഹരമായി മാറും. എന്നാൽ നമ്മൾ പറയാറുണ്ട്, എല്ലാ നാർസിസിലും നമുക്ക് ഡിവോഴ്സോ സെപ്പറേഷനോ വേണമെന്ന് നിർബന്ധമില്ല. ചില ഭയങ്കരമായിട്ട് നമുക്ക് മാലിഗ്നൻ്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ മാരകമായിട്ടുള്ള നമ്മളെ ഉപദ്രവിക്കുന്ന, നമ്മുടെ സൈക്കോളജിക്കലി, ഇമോഷണലി, മെൻ്റലി, ഫിസിക്കലി, വെർബലി, അതല്ലെങ്കിൽ നമ്മളുടെ ഫിനാൻഷ്യലി, അങ്ങനെയൊക്കെ നമ്മുടെ റിലേഷൻഷിപ്പിലും എല്ലാം നമുക്ക് പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന, വളരെ മാരകമായ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന ആളുകളാണെങ്കിലാണ് നമ്മൾ തീർച്ചയായിട്ടും അതിൽ നിന്ന് ഡിറ്റാച്ച് ചെയ്യണമെന്ന് പറയുന്നത്. അതല്ലാതെ ഉള്ളിടത്ത് നമുക്ക് ഡിവോഴ്സ് മാത്രമല്ല ഒരു രീതി, ഇറ്റ് ഈസ് ഓഫൻ ദ സേഫസ്റ്റ് ആണ്. എപ്പോഴും നമ്മൾ നോക്കുമ്പോൾ ഡിവോഴ്സ് സെപ്പറേഷൻ ഈസ് ദ മോസ്റ്റ് സേഫസ്റ്റ് വേ, അല്ലെങ്കിൽ ഏറ്റവും ഇഫക്റ്റീവ് ആയിട്ടുള്ള ഒരു പെർമനന്റ് എസ്കേപ്പ് എന്ന് പറയുന്നത്, നാർസിസിക് പാർട്ട്ണർ എന്ന് പറയുന്നത് നമുക്കൊരു സെപ്പറേഷൻ ഉണ്ടാകുക എന്ന് പറയുന്നത് തന്നെയാണ്. പലപ്പോഴും ആളുകൾക്ക് സെപ്പറേഷൻ അല്ലെങ്കിൽ ഡിവോഴ്സ് എന്ന് പറയുമ്പോഴത്തേനും കുട്ടികളുടെ കാര്യമാണ് ശ്രദ്ധയിൽ വരുന്നത്. നിങ്ങൾ ഭാര്യ ഭർത്താക്കന്മാർ ഡിവോഴ്സ് ചെയ്യുന്നതിൽ കുട്ടികളുടെ കാര്യത്തിൽ യാതൊരു പ്രശ്നവും ഇല്ല. പലപ്പോഴും നമ്മളിങ്ങനെ കാണാറുണ്ട്, നമ്മളിപ്പം ഡിവോഴ്സ് കഴിഞ്ഞ് കഴിഞ്ഞാൽ കുട്ടിക്ക് അച്ഛനില്ലാതെ, അതെങ്ങനെയാണ് അച്ഛനില്ലാതാകുന്നത് എനിക്കൊരു പിടിയും കിട്ടുന്നില്ല. കുട്ടിക്ക് അമ്മയില്ലാതെ, അതെങ്ങനെയാണ് അമ്മയില്ലാതെ? ഒരു കുട്ടിക്ക് അച്ഛനും അമ്മയും എല്ലാവരും ഉണ്ട്. നമ്മളോട് ആരെങ്കിലും ചോദിക്കുമ്പോൾ നമുക്ക് ഡിവോഴ്സ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ചിലർക്ക് മടിയാണ് പറയാൻ കുട്ടികളുടെ അച്ഛൻ ആരാ, കുട്ടികളുടെ അമ്മ ആരാണെന്ന്. ആ കുട്ടികളുടെ അച്ഛനും കുട്ടികളുടെ അമ്മയും എപ്പോഴും ഒരാൾ തന്നെയായിരിക്കും. ഇപ്പോൾ ഡിവോഴ്സ് കഴിഞ്ഞാലും നിങ്ങളോട് ആരെങ്കിലും ചോദിച്ചു കഴിഞ്ഞാൽ പറയേണ്ടത്, കുട്ടിയുടെ അച്ഛനാരാ, ഇന്നയാളാണ്, കുട്ടിയുടെ അമ്മയാരാ, ഇന്നയാളാണ്, ഇത് പറഞ്ഞാൽ മതി. അതല്ലാതെ നിങ്ങൾ സെപ്പറേറ്റഡ്, നിങ്ങളുടെ ഹസ്ബൻഡ് ആരാ അല്ലെങ്കിൽ നിങ്ങളുടെ വൈഫ് ആരാ എന്ന് ചോദിച്ചാൽ മാത്രമേ നിങ്ങൾ പറയേണ്ടതായിട്ടുള്ളൂ നിങ്ങൾ ഡിവോഴ്സ്ഡ് ആണെന്നോ അല്ലെങ്കിൽ നിങ്ങൾ സെപ്പറേറ്റഡ് ആണെന്നോ പറയേണ്ടതായിട്ടുള്ളൂ. അപ്പം അതുകൊണ്ട് തന്നെ നമ്മൾ എങ്ങനെയാണ് ഒരു ഡിവോഴ്സ് കഴിഞ്ഞു കഴിഞ്ഞാൽ പോലും ബിഹേവ് ചെയ്യേണ്ടതെന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. ലീവിങ് മാത്രമല്ല ഒരു നാർസിസിസ്റ്റിക് റിലേഷൻഷിപ്പിൽ നിങ്ങൾക്ക് നോക്കാവുന്ന കാര്യങ്ങൾ. പക്ഷെ അതിനു മുമ്പ്, ഒരാൾ ലീവ് ചെയ്യുന്നതിന് മുമ്പ് ചില കാര്യങ്ങൾ നമ്മളൊന്ന് ചെക്ക് ചെയ്ത് നോക്കും, അല്ലെങ്കിൽ ചില കാര്യങ്ങൾ നമ്മൾ ഇംപ്ലിമെന്റ് ചെയ്ത് നോക്കും. എന്നിട്ടും നമുക്ക് പറ്റുന്നില്ല എന്നുണ്ടെങ്കിലാണ് നമ്മൾ പറയുന്നത്, ഓക്കെ, ഞാൻ എല്ലാ ഓൾട്ടർനേറ്റീവ്സും നോക്കി, എവറിത്തിങ് ഐ ട്രൈഡ്, പക്ഷെ ഇനി എനിക്ക് പറ്റില്ല എന്നുള്ളത്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമ്മൾ പലപ്പോഴും ചെയ്യുന്ന ഒരു കാര്യമാണ്, നമ്മൾ ഒരു സെപ്പറേഷനിലേക്ക് ഏറ്റവും ടോപ്പിൽ നിൽക്കുന്ന ഒരു സാധനമാണ് നമ്മൾ സെപ്പറേറ്റഡ് ആയിട്ട് തന്നെ ജീവിക്കുക എന്ന് പറയുന്നത്. നമ്മൾ ഡിവോഴ്സ് വാങ്ങിച്ചിട്ടില്ല, ഒരു ലീഗൽ സെപ്പറേഷൻ അല്ലെങ്കിൽ നമ്മളൊരു ഫങ്ഷണൽ സെപ്പറേഷൻ, അവരിൽ നിന്ന് മാറി നമ്മൾ ഒന്ന് നോക്കുന്നു. അതായത് നമ്മൾ വേറെ സെപ്പറേറ്റ് ആയിട്ട് താമസിക്കുന്നു, അല്ലെങ്കിൽ ചിലപ്പോൾ നമ്മൾ രണ്ട് സ്ഥലത്ത് ജോലി നോക്കുന്നു. അങ്ങനെയൊക്കെ നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് നിൽക്കാം. കാരണം എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഒന്നിച്ച് നിൽക്കുമ്പോഴാണ് പ്രശ്നം ഉണ്ടാകുന്നതെങ്കിൽ നമുക്ക് അങ്ങനെയൊക്കെ ട്രൈ ചെയ്യാവുന്നതാണ്. എന്നിട്ട് നമ്മൾ നോക്കുക സിസ്റ്റം വർക്ക് ചെയ്യുന്നുണ്ടോ. അപ്പം നമ്മളൊരു സ്ഥലത്ത് മറ്റേ ഒരു സ്ഥലത്ത് അധികം അങ്ങനെ ഒന്നിച്ച് വരുന്ന ഒരു സംഭവമില്ല. അതുപോലെ തന്നെ നമ്മൾ ഇവിടെയെല്ലാം നമ്മൾ ആദ്യം ലേൺ ചെയ്യേണ്ടത് നമ്മുടെ ഇൻഡിവിജ്വാലിറ്റി, ഇൻഡിപെൻഡൻസ്, നമ്മുടെ ഓട്ടോണമി, നമ്മുടെ ഏജൻസി എന്നുള്ളതാണ് നമ്മൾ എപ്പോഴും ഫോക്കസ് ചെയ്യേണ്ടത്. അതില്ലാതെ നമുക്കിതൊന്നും ചെയ്യാൻ പറ്റത്തില്ല. നമ്മൾ ആരെങ്കിലും ഡിപ്പെൻഡൻ്റ് ആണ്, നമ്മൾ ഇൻഡിപെൻഡൻ്റ് അല്ല, നമുക്ക് ഒരു സ്വന്തമായിട്ടൊരു ലൈഫ് നല്ല രീതിയിൽ ജീവിക്കാൻ പറ്റില്ല എന്നുള്ള ഒരു ലെവലിലൊക്കെ ഉള്ളവരാണ് എങ്കിൽ, നമുക്ക് ഏർണിംഗ് ഒന്നുമില്ല, ഒരു ഫിനാൻഷ്യൽ സപ്പോർട്ടോ അല്ലെങ്കിൽ ഒരു ബാക്ക്ഗ്രൗണ്ടോ ഒന്നും ഇല്ലെങ്കിൽ ഇതൊക്കെ ഇച്ചിരി ബുദ്ധിമുട്ടായിട്ട് വരും. ഇനി അടുത്തത് എന്ന് പറയുന്നത് നമ്മൾ സാധാരണ സ്ലീപ്പ് ഡിവോഴ്സ് എന്നൊക്കെ പറയും, അല്ലെങ്കിൽ സൈലന്റ് ഡിവോഴ്സ്. അതായത് വീട്ടിൽ തന്നെ, നമ്മുടെ വീടുകളിൽ തന്നെ നമ്മൾ പലപ്പോഴും ഭാര്യ ഭർത്താക്കന്മാർ അധികം സംസാരിക്കാതെ, ചിലപ്പം 2 മുറികളിൽ ഉറങ്ങി, അധികം സംസാരമോ അല്ലെങ്കിൽ ഇൻട്രാക്ഷൻസോ ഒന്നുമില്ലാതെ അങ്ങനെ ജീവിക്കുന്ന ഒരു രീതിയാണ് സ്ലീപ്പ് ഡിവോഴ്സ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഒരു സൈലന്റ് ഡിവോഴ്സ് ആയിട്ട് നമ്മൾ അങ്ങനെ പോകുന്നത്. അടുത്തത് നിങ്ങൾക്ക് നോക്കാവുന്ന ഒരു കാര്യമാണ് റെയിൽ ട്രാക്ക് അപ്രോച്ച് എന്ന് പറയുന്നത്. റെയിൽ ട്രാക്ക് അപ്രോച്ച് എന്ന് പറയുന്നത് 2 പാളങ്ങൾ പോലെ പാരലായിട്ട് പോകുന്നു. അതായത് നമ്മുടെ റെസ്പോൺസിബിലിറ്റി നമ്മൾ ചെയ്യുന്നു, അവരുടെ റെസ്പോൺസിബിലിറ്റി അവർ ചെയ്യുന്നു.
ആവശ്യത്തിന് മാത്രം. അങ്ങനെ ഈ റെയിൽ ട്രാക്ക് നമുക്കറിയാലോ, റെയിൽ ട്രാക്കിൽ ഇങ്ങനെ നമ്മൾ ഇങ്ങനെ പോകുന്നതിനകത്ത് ഇൻ ബിറ്റ്വീൻ ഒരു ഒരു കണക്ഷൻ ഉണ്ടല്ലോ. ആ കണക്ഷൻ എന്ന് പറയുന്നത് നമ്മളെ ആ റെയിൽ ട്രാക്കിനെ, നമ്മളിങ്ങനെ പോകുന്ന ആ റെയിൽ ട്രാക്കിനെ തമ്മിൽ ബന്ധിപ്പിച്ച് അധികം പ്രശ്നങ്ങളില്ലാതെ കൊണ്ടുപോകാനായിട്ട് നമ്മൾ ആവശ്യത്തിന് മാത്രം രണ്ടുപേരുടെ കണക്ട് ചെയ്തിട്ടൊരു എന്താ പറയാ, ഒരു കണക്ഷനും ഒരു ഇന്ററാക്ഷൻസ് വളരെ അത്യാവശ്യമായിട്ട് വീടുകളിൽ നമുക്ക് നമ്മുടെ ഫാമിലിയിൽ എന്തെങ്കിലും സംസാരിക്കണമെങ്കിൽ, അത് അതൊരു ഡിസിഷൻ മേക്ക് വേണമെങ്കിൽ, അല്ലെങ്കിൽ ഒരു ഇൻഫോർമേഷൻ കൊടുക്കണമെങ്കിൽ അത്യാവശ്യമായിട്ടുള്ള കാര്യങ്ങൾ മാത്രം പറയുക എന്നുള്ളതാണ് ഒരു റെയിൽ ട്രാക്ക് അപ്രോച്ച്. അപ്പൊ നമ്മൾ നമ്മുടെ പ്രോഗ്രസീവായ ലൈഫിലായിട്ട് പോകുന്നു, അവരവരുടെ പ്രോഗ്രസീവായിട്ടുള്ള ലൈഫിലേക്ക് പോകുന്നു. അതുപോലെ തന്നെ നമ്മൾ ചെയ്യുന്ന ഒരു കാര്യമാണ് സ്ട്രിക്റ്റ് ആയിട്ടുള്ള നോ കോൺട്രാക്ട് പ്രോട്ടോകോൾ. നോ കോൺടാക്ട് പ്രോട്ടോകോൾ എന്ന് പറയുന്നത് നമ്മൾ അവരുമായിട്ട് നോ കോണ്ടാക്ട് വെക്കുക എന്ന് പറഞ്ഞാൽ, ചില ആളുകൾ കംപ്ലീറ്റ് ആയിട്ട് നോ കോണ്ടാക്ട് വെക്കും. പക്ഷേ ചിലപ്പോൾ നമുക്ക് അതല്ലാതെ നമ്മൾ തമ്മിലുള്ള ഒരു റിലേഷൻഷിപ്പിലൊക്കെ നമ്മളിപ്പം അടുത്ത് നമ്മൾ ഇന്ററാക്ട് ചെയ്യുന്ന, നമ്മൾ ഫിസിക്കലി പ്രോക്സിമിറ്റി ഉണ്ടെങ്കിൽ അവിടെ നമ്മൾ ചെയ്യുന്നത് ഒരു ഇമോഷണൽ ഡിസെൻഗേജ്മെന്റ് വെക്കും. ഇമോഷണലി ഞാൻ അയാളുമായിട്ട് ഭയങ്കരമായിട്ട് ഡിസെൻഗേജ്ഡ് ആവും, ഡിറ്റാച്ച്ഡ് ആവും. നമുക്ക് എപ്പോഴും പ്രശ്നം വരുന്നത്, നമ്മൾ എല്ലാ കാര്യങ്ങളും നമ്മുടെ പാസ്റ്റ് നടക്കുന്ന സംഭവങ്ങൾ, നമ്മുടെ ട്രോമ, നമ്മുടെ ഇമോഷൻസ് ഒക്കെ ആയിട്ട് നമ്മൾ അറ്റാച്ച്ഡ് ആകുമ്പോഴാണ്. നമ്മളൊന്നും അറ്റാച്ച് ആകാതെ നമ്മൾ ഇമോഷണലി ഡിസെൻഗേജ്ഡ് ആവുന്നു. നമ്മൾ ഗ്രേ റോക്കിംഗ് അല്ലെങ്കിൽ സ്റ്റോൺ വോളിംഗ് എന്ന് പറയുന്ന മെത്തേഡൊക്കെ യൂസ് ചെയ്തുകൊണ്ട് അപ്പോൾ അവിടെ നമ്മൾ എന്താ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ മോസ്റ്റ്ലി ഇന്റൻഷനലി നമ്മളങ്ങ് ബോറിംഗ് ആവും. നമ്മൾ ഭയങ്കര ബോറിംഗ് ആയിട്ട് അവരോട് സംസാരിക്കുക, അവരോട് ഇന്ററാക്ട് ചെയ്ത അങ്ങനെ കാര്യങ്ങളൊക്കെ പറയുക. അതുപോലെ തന്നെ നമ്മൾ വളരെ ന്യൂട്രലായിട്ട് പെരുമാറത്തുള്ളൂ. ഭയങ്കര എക്സൈറ്റ്മെന്റ് ഒന്നും കാണിക്കില്ല, നമ്മൾ ഭയങ്കര ന്യൂട്രലായിട്ട് നിൽക്കും. അപ്പോൾ അങ്ങനെ വരുമ്പോഴത്തേനും ഈ നാർസിസിന് സപ്ലൈ കുറയും, നല്ല സപ്ലൈ. അവർക്ക് ഭയങ്കര ഇമോഷൻസിന്റെ ഹൈ ആയിട്ട്, ഓവർവെൽമിങ് ആയിട്ടുള്ള ഭയങ്കര ഹൈ ആയിട്ടുള്ള ഒരു സപ്ലൈ അവർക്ക് ആവശ്യമുണ്ട്. അവരോട് തിരിച്ചു പറയുന്ന, അവരോട് ആർഗ്യൂ ചെയ്യുന്ന, റിയാക്ട് ചെയ്യുന്ന അങ്ങനത്തെ സപ്ലൈസ് എല്ലാം നമ്മളങ്ങ് സ്റ്റോപ്പ് ചെയ്യും. ഇനി അതുപോലെ തന്നെ നമ്മൾ അവരുമായിട്ടുള്ള എല്ലാ രീതിയിലുമുള്ള കൺഫ്രണ്ടേഷൻസും കോൺഫ്ലിക്ട്സുകളും ഒന്നില്ലേ കംപ്ലീറ്റ് ആയിട്ട് അവോയ്ഡ് ചെയ്യും, അല്ലെങ്കിൽ നല്ലപോലെ കൺസിഡറബിൾ ആയിട്ട് നമ്മളത് റിഡ്യൂസ് ചെയ്യും. അതായത് നമ്മൾ ഈ വഴക്കുകൾ അല്ലെങ്കിൽ അവരുമായിട്ടുള്ള ഡിസഗ്രിമെന്റ്സ്, ആർഗ്യുമെന്റ്സ്, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം വളരെ കുറയ്ക്കും. അതല്ലെങ്കിൽ നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് അവോയ്ഡ് ചെയ്യും. അതുപോലെ തന്നെ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഇമോഷണൽ ഇന്റൻസിറ്റി, ആ റിലേഷൻഷിപ്പിൽ ഉണ്ടാകുന്ന ഇന്റൻസിറ്റി ഒക്കെ നല്ലതുപോലെ നമ്മൾ കുറയ്ക്കും. അറിഞ്ഞുകൊണ്ട് തന്നെ വളരെ കോൺഷ്യസ് ആയിട്ട് വേണം ഈ സമയത്ത് നമ്മൾ ജീവിക്കാൻ. അതല്ലെങ്കിൽ സബ് കോൺഷ്യസ്ലി അത് അങ്ങനെ ഓട്ടോമേറ്റഡ് മൈൻഡ് അങ്ങ് വർക്ക് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഇതൊന്നും കൈ കിട്ടൂല. നമ്മൾ വളരെ കോൺഷ്യസ് ആയിരിക്കണം ഇവരുടെ കൂടെ ജീവിക്കും. ആ ഒരു കാര്യം എപ്പോഴും നമ്മുടെ തലയ്ക്കകത്തുണ്ടായിരിക്കണം. കോൺഷ്യസ് ആയിട്ട് നമ്മൾ ഡീൽ ചെയ്തില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ബുദ്ധിമുട്ടാണ് ഇവരെ ഹാൻഡിൽ ചെയ്യാൻ. അടുത്തതെന്ന് പറയുന്നത്, വി കീപ് വെരി ഫേം ബൗണ്ടറീസ്. നല്ല രീതിയിലുള്ള ബൗണ്ടറി ആയിരിക്കും നമ്മൾ വെക്കുക. ഫങ്ഷണൽ ബൗണ്ടറി, അതായത് നമ്മുടെ നോ എപ്പോഴും നോ ആയിരിക്കും, നമ്മുടെ ഏസ് എപ്പോഴും ഏസ് ആയിരിക്കും. അത് എത്ര മാനിപ്പുലേഷൻ വന്നാലും, ഏതൊക്കെ രീതിയിലുള്ള നമ്മളെ ഇൻഫ്ലുവൻസ് ചെയ്യാൻ ആളുകൾ വന്നാലും, ഏജൻസ് വന്നാലും, ഏതൊക്കെ രീതിയിൽ അവർ ട്രൈ ചെയ്താലും നമ്മളുടെ ബൗണ്ടറി എപ്പോഴും ഫേം ആയിരിക്കണം. അതുപോലെ തന്നെ നമ്മൾ നോക്കുന്ന കാര്യമാണ് ബി അസേർട്ടീവ്. അതായത് ഒരു കാരണവശാലും നമ്മൾ പാസീവായിട്ടിരിക്കില്ല, വളരെ അഗ്രസീവായിട്ട് നമ്മൾ സംസാരിക്കില്ല. പകരം നമ്മളെപ്പോഴും പറയേണ്ട കാര്യങ്ങൾ പറയേണ്ടവരോട് പറയേണ്ട സമയത്ത്, പറയേണ്ട സ്ഥലത്ത്, പറയേണ്ട രീതിയിൽ വളരെ കീപ്പ് ഇറ്റ് ഷോർട്ട് ആൻഡ് സിമ്പിളായിട്ട് നമ്മൾ അവരോട് പറഞ്ഞ് നമ്മുടെ കാര്യങ്ങളെ അവിടെ ഒന്ന് പ്രസന്റ് ചെയ്യും. അതിന് നിർബന്ധമില്ല നമുക്കതെല്ലാം നമ്മളിങ്ങനെ സാധിച്ചെടുക്കും, ഞാൻ ആർഗ്യുമെന്റ് ജയിക്കും, അങ്ങനെയൊന്നുമില്ല. എന്താണോ പറയേണ്ടത് അവിടെ നമ്മൾ പ്രസന്റ് ചെയ്യുക എന്നുള്ളതാണ് ഇവരുടെ കൂടെ നമ്മൾ ജീവിക്കുമ്പോൾ നമ്മൾ ചെയ്യേണ്ടത്. അതുപോലെ നമ്മളുടെ കയ്യിലായിരിക്കണം ഒരു കോൺവെർസേഷൻ സ്റ്റോപ്പ് എന്ന് പറയുന്നത്. നമ്മൾ തന്നെ ഒരു ലിമിറ്റ്സ് ടോപ്പിക്സിനിടും. അധികം ടോപ്പിക്സുകളിലേക്കൊന്നും കയറി പോകാതെ നമ്മൾ തന്നെ ആ ടോപ്പിക്സുകളെ വളരെ കൺട്രോളിൽ കൊണ്ടുവരും. അതുപോലെ തന്നെ വളരെ കാമായിട്ട് നിന്നുകൊണ്ട്, ബാലൻസ്ഡ് ആയിട്ട് നിന്നുകൊണ്ട്, നല്ല സ്ക്രിപ്റ്റഡ് ഫ്രേസസ് നമ്മൾ യൂസ് ചെയ്യും നമ്മുടെ ആ കോൺവെർസേഷൻ എൻഡ് ചെയ്യാനായിട്ട്. അതായത് ചിലപ്പോൾ ഞങ്ങൾ പറയും, ഇതിപ്പോൾ സംസാരിച്ചിട്ട് വലിയ കാര്യമുണ്ടെന്ന് തോന്നില്ല, പിന്നെ ഇല്ല അത് കാര്യമില്ല, ഞാൻ അധികം അതിലേക്ക് ഇൻവോൾവ് ചെയ്യാൻ ആഗ്രഹിക്കുന്നില്ല, ഇങ്ങനെയൊക്കെ പറഞ്ഞ് നമ്മൾ കോൺവെർസേഷനെ സ്റ്റോപ്പ് ചെയ്യുക എന്നുള്ള പ്രോസസ്സ് നമ്മുടെ കയ്യിലായിരിക്കണം. അതുപോലെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ് ഒരു 10 സെക്കൻഡ് റൂൾ എന്ന് പറയുന്ന ഒരു സംഭവമുണ്ട്. നമ്മൾ ഈ കോൺവെർസേഷൻ എസ്പെഷ്യലി നമ്മൾ നാർസിസിസ്റ്റുമായിട്ടുള്ളതിൽ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ് ഈ 10 സെക്കൻഡ് റൂൾ. അതായത് ഇതിനകത്ത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ ഈ കോൺവെർസേഷൻ്റെ ടെമ്പറേച്ചർ ഇങ്ങനെ കൂടി പോകുമ്പോൾ, അതായത് നമ്മൾ നമ്മൾ പറയത്തില്ലേ ഇങ്ങനെ അതിങ്ങനെ ചൂടിങ്ങനെ കയറി പോകുന്നു. അങ്ങനെ കയറി പോകുമ്പോഴത്തേനും
നമ്മളൊരു 10 സെക്കൻഡ് ഒന്ന് നിൽക്കും. ഇങ്ങനെ നമ്മൾ എന്തെങ്കിലും പറയുന്നതിന് മുമ്പ്, ഒരു റെസ്പോണ്ട് ചെയ്യുന്നതിന് മുമ്പ് നമ്മളൊന്ന് ജസ്റ്റ് സ്റ്റോപ്പ് ആൻഡ് വെയിറ്റ്. നമ്മൾ പറയത്തില്ലേ, സ്റ്റോപ്പ് ആൻഡ് തിങ്ക് ബിഫോർ യു ആക്ട് എന്ന് പറയും. നമ്മുടെ എക്സിക്യൂട്ടീവ് ഫംഗ്ഷൻ്റെ ഏറ്റവും വലിയൊരു കാര്യമാണത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, ജസ്റ്റ് സ്റ്റോപ്പ് ചെയ്യും, എന്നിട്ടൊന്ന് വെയിറ്റ് ചെയ്യും, എന്നിട്ട് തിങ്ക് ചെയ്തിട്ട് നമ്മൾ പതുക്കെ നമ്മളുടെ കോൺവെർസേഷൻസ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യും. ഇങ്ങനെയൊക്കെ നിങ്ങൾക്ക് ചെയ്യാവുന്ന കാര്യങ്ങളാണ്. അപ്പോൾ നമ്മളൊരു നാർസിസിസ്റ്റിക് പാർട്ട്ണറുടെ കൂടെ ആയിരിക്കും. ഇതിനു മുമ്പ് ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്, അവരുടെ കൂടെ ജീവിക്കുമ്പോൾ നമ്മൾ എങ്ങനെയായിരിക്കണം പല കാര്യങ്ങളും ചെയ്യാൻ എന്നുള്ളത്. അതും ഇതുമായിട്ട് അസോസിയേറ്റ് നമുക്ക് നോക്കാം. ഇതെല്ലാം നമ്മളിങ്ങനെ അങ്ങനെ ചെയ്തുകൊണ്ട് നമ്മൾ പോകുമ്പോൾ ഇതെല്ലാം അവരുടെ കൂടെ നമ്മൾ ഓക്കെ, ഞാൻ ഇങ്ങനെ ജീവിച്ചു നോക്കാം, ഞാൻ ഇപ്രകാരം ജീവിച്ചു നോക്കാം, അല്ല അങ്ങനെ ജീവിച്ചു നോക്കാം, ഇങ്ങനെ ഇതെല്ലാം നിങ്ങൾക്ക് ചെയ്യാം. പക്ഷേ ഇതൊന്നും അവരുടെ ടോക്സിക് ബിഹേവിയറിനെ മാറ്റില്ല. നമ്മളൊരു കാര്യം ചെയ്യുമ്പോൾ അവർ അതിൻ്റെ അടുത്തലേക്ക് കയറും, അടുത്തയിലേക്ക് കയറും. അപ്പം നമുക്കും ചെറുതായിട്ട് കോൺഷ്യസ്ലി അവെയർ ആയിരിക്കും. നമ്മൾ ഓടുന്ന പട്ടിക്കൊരു മുഴം മുമ്പേ എന്ന് പറയുന്നത് പോലെ നമ്മളും കുറച്ച് കോൺഷ്യസ് ആയിട്ട് നിന്നാൽ മാത്രമേ ഇവരുടെ കൂടെ ജീവിച്ചുകൊണ്ട് പോകാൻ പറ്റത്തുള്ളൂ. ഇനി ഇതൊന്നും നമുക്ക് പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ പിന്നെ നമുക്ക് ഈ ടോക്സിക് ബിഹേവിയറിൽ നമുക്ക് കുറച്ചെങ്കിലും അവരുടെ കൂടെ തന്നെ നമുക്ക് താമസിക്കണം, അല്ലെ അവരുടെ ആ റിലേഷൻഷിപ്പിൽ തന്നെ നിൽക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് റെസ്ട്രെയിൻറ്റ് ഓർഡർ ഒക്കെ നമുക്ക് വാങ്ങിക്കാവുന്നതാണ്. അതായത് നിങ്ങളുടെ അടുത്തേക്ക് അവർക്ക് വരാൻ പറ്റില്ല, നിങ്ങൾ രണ്ടുപേരും സെപ്പറേറ്റ് ആയിട്ട് താമസിക്കണം എന്നുള്ള രീതിയിൽ ഒക്കെയുള്ളത് നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ ഇനി ഇതെല്ലാം കഴിഞ്ഞിട്ടും ഇതെല്ലാം നിങ്ങൾ നോക്കിയിട്ടും നിങ്ങൾക്ക് പറ്റുന്നില്ല എന്നുണ്ടെങ്കിലാണ് നിങ്ങൾ പതുക്കെ നിങ്ങളുടെ ഡിവോഴ്സ് അല്ലെങ്കിൽ നിങ്ങളുടെ ആ പെർമനൻ്റ് ആയിട്ട് ഇവരിൽ നിന്നുള്ള സെപ്പറേഷനിലേക്ക് പോകുന്നത്. ആ സമയത്ത് നിങ്ങൾ ശരിക്കും ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളുണ്ട്. നല്ലപോലെ സീക്രസിയിൽ നിങ്ങളിത് പ്ലാൻ ചെയ്യാം. ഒരു കാരണവശാൽ ഈ കാര്യങ്ങൾ ഒരു രീതിയിലും പുറത്തു വരാൻ പാടില്ല. അതുപോലെ തന്നെ നിങ്ങളുടെ ഇവൻറ്റ്സ് എവിഡൻസ് ജേർണലിംഗ് എപ്പോഴും ആപ് ടു ഡേറ്റ് ആയിരിക്കണം നിങ്ങളുടെ കയ്യിൽ. നിങ്ങളുടെ ഫിനാൻസസ് എല്ലാം നിങ്ങൾ സെക്യൂർ ചെയ്യണം. എല്ലാ ഡോക്യുമെൻസും, നിങ്ങളുടെ ഇമ്പോർട്ടൻറ്റ് ഡോക്യുമെൻറ്റ്സ് എല്ലാം നിങ്ങളുടെ കയ്യിലുണ്ടായിരിക്കണം. അതുപോലെ തന്നെ നിങ്ങൾ ഒരു നല്ല ഏതെങ്കിലും ഒരു സേഫ് പ്ലേസ് എവിടെയെങ്കിലും നിങ്ങൾ കണ്ടുവെക്കണം. ഇത് കഴിഞ്ഞ് ഇവിടുന്ന് ഞാൻ ഇറങ്ങിക്കഴിഞ്ഞാൽ എവിടെയാണ് പോകേണ്ടത്, സേഫും സെക്യൂറുമായിരിക്കണം. അല്ലെങ്കിൽ എന്താ സംഭവിക്കുക എന്ന് വെച്ചാൽ ചിലപ്പോൾ നമ്മളിങ്ങനെ മാറുന്നു എന്നൊക്കെ വന്നു കഴിയുമ്പോഴത്തേനും മാറുന്ന ഡിസിഷൻ എടുത്താൽ നിങ്ങൾ ഡെഫിനറ്റായിട്ടും അതിൽ തന്നെ ഉറച്ചു നിൽക്കണം. അതല്ലെന്നുണ്ടെങ്കിൽ ചിലപ്പം ഇവര് നമ്മൾ കൈവിട്ട് പോകുന്നു എന്ന് കരുതുമ്പോൾ ചിലപ്പോൾ ഇവർക്ക് ഡേഞ്ചറസ് ആയിട്ടുള്ള ചില റേജസ് ഒക്കെ ഉണ്ടാകാനായിട്ട് സാധ്യതയുണ്ട്. അതുപോലെ തന്നെ നിങ്ങൾ ആ ഒരു സെപ്പറേഷനിലേക്ക് പോവുകയാണെങ്കിൽ നിങ്ങൾ നല്ലൊരു സപ്പോർട്ട് സിസ്റ്റം ബിൽഡ് ചെയ്യണം. അതായത് നിങ്ങളുടെ ഏറ്റവും നല്ല നിങ്ങളെ സഹായിക്കുന്ന സുഹൃത്തുക്കൾ. അപ്പം എ ഫ്രണ്ട് ഇൻ നീഡ് ഇസ് എ ഫ്രണ്ട് ഇൻ ഡീഡ് എന്ന് പറയുന്നത്. അങ്ങനെയുള്ളവർ മാത്രം ആട്ടോ ഫ്രണ്ട്സ്. അല്ലാത്തവരൊക്കെ ജസ്റ്റ് ഇങ്ങനെ നമ്മൾ പറയത്തില്ലേ, ജസ്റ്റ് ഒന്ന് കണ്ടു ഇൻട്രാക്ട് ചെയ്ത് പോകുന്ന ചില ആളുകൾ മാത്രം. ഫ്രണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എ ഫ്രണ്ട് ഇൻ നീഡ് ഇസ് എ ഫ്രണ്ട് ഇൻ ഡീഡ്. അങ്ങനെയാണ് എപ്പോഴും നോക്കേണ്ടത്. അങ്ങനെയുള്ള ഫ്രണ്ട്സ്, ഫാമിലി മെമ്പേഴ്സ്, അതുപോലെ തന്നെ നമുക്ക് സപ്പോർട്ടീവായിട്ടുള്ള, അതുപോലെ തന്നെ നല്ല തെറപ്പിസ്റ്റുകൾ, നല്ല NPDയെ പറ്റി നല്ലതുപോലെ പ്രാക്ടിക്കൽ നോളജ് ഉള്ള നല്ല തെറപ്പിസ്റ്റുകൾ. അതുപോലെ തന്നെ നമ്മളുടെ അറ്റോർണിയെ അല്ലെങ്കിൽ നമ്മുടെ കൗൺസിലിനെ നമ്മൾ സെലക്ട് ചെയ്യുമ്പോൾ ഈ ലോയേഴ്സിന് എല്ലാവർക്കും നാർസിസിസ്റ്റിക് പേഴ്സണാലിറ്റി ഡിസോർഡറിനെ പറ്റി അറിയില്ല, അവരെങ്ങനെ ബിഹേവ് ചെയ്യുമെന്ന് അറിയത്തില്ല. അപ്പോൾ അതറിയാവുന്ന ആളുകളെ വേണം നമ്മൾ ലീഗൽ ബാറ്റിലിന് വേണ്ടി വെക്കാനായിട്ട്. അത് എപ്പോഴും ശ്രദ്ധിച്ചു വേണം. അപ്പോൾ നമ്മളുടെ ഒരു ഗോൾ എന്ന് പറയുന്നത് നാർസിസിനെ ലീവ് ചെയ്യുക എന്നുള്ളതാണ്. വെദർ ഇറ്റ് ഈസ് സെപ്പറേഷനിലൂടെ ആയാലും ഡിവോഴ്സിലായാലും. കാരണം അവിടെ ഒരു പെർമനൻറ്റ് സേഫ്റ്റിയും ഇമോഷണൽ ഫ്രീഡവുമാണ് നമുക്ക് ആ റിലേഷൻഷിപ്പിൽ നിന്ന് നമുക്ക് വേണ്ടത്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ റിലേഷൻഷിപ്പ് എപ്പോഴും ഒരു ഇംബാലൻസ് റിലേഷൻഷിപ്പാണ്, ഒരു ഡിസ്ഫങ്ഷണൽ റിലേഷൻഷിപ്പാണ്, ഒരു ടോക്സിക് റിലേഷൻഷിപ്പാണ്. അപ്പോൾ പെർമനൻ്റ് ആയിട്ട് നമുക്ക് എപ്പോഴും ഒരു സൊല്യൂഷൻ വേണമെന്നുണ്ടെങ്കിൽ അത് തീർച്ചയായിട്ടും ഡിവോഴ്സും ആ പെർമനൻറ്റ് സെപ്പറേഷനും തന്നെ പറ്റത്തുള്ളൂ. അപ്പോൾ പലപ്പോഴും നമ്മൾ ചോദിക്കും, ഞാൻ പറയല്ലോ, കോൺഷ്യസ്ലി ഒരു ലൈഫ് അങ്ങനെ ജീവിക്കുമ്പോൾ ഞാൻ ഈ ചെയ്യുന്ന കാര്യങ്ങൾ ഇത്രയും എഫേർട്ട് എടുത്ത് നമ്മളൊരു റിലേഷൻഷിപ്പ് വയ്ക്കുമ്പോൾ നമുക്ക് ചിന്തിക്കാവുന്നതേ ഉള്ളൂ, ഈ എഫേർട്ടും ഇതുപോലുള്ള നമ്മുടെ എനർജി ഇൻവെസ്റ്റ്മെൻറ്റും നമ്മുടെ സ്കില്ലുകളും നമ്മളുടെ അറ്റൻഷനും ഫോക്കസും ഒക്കെ നമ്മളിലേക്ക് ഡെവലപ്പ് ചെയ്യാനായിട്ട് കൊടുത്തു കഴിഞ്ഞാൽ അത് മച്ച് ബെറ്റർ അല്ലേ എന്നൊരാൾക്ക് ചിന്തിക്കാൻ പറ്റുന്നതേ ഉള്ളൂ. പക്ഷെ ഇതെല്ലാം ചില ആളുകൾ എന്നോട് ചോദിക്കും, ഡിവോഴ്സ് മാത്രമേ ഉള്ളൂ, ഇതിനൊരു വഴി, വേറെ വഴി ഒന്നുമില്ലേ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതൊക്കെ വഴികളാണ്. പക്ഷെ ഇതൊന്നും പറ്റുന്നില്ല എന്നുണ്ടെങ്കിലാണ് നമ്മൾ ഡിവോഴ്സ് എന്ന ഒരു കാര്യത്തിലേക്ക് പോകുന്നത്. കാരണം ഇവിടെ നിങ്ങൾ തെറപ്പിസ്റ്റിൻ്റെ അടുത്തുനിന്ന് നിങ്ങൾക്ക് ഹെൽപ്പ് നേടാം. പക്ഷെ നാർസിസിസ്റ്റിക് അങ്ങനെ ഒരു ബിഹേവിയർ പാറ്റേൺ ഉള്ളവരാരും ഹെൽപ്പ് സീക്ക് ചെയ്യില്ല. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഇറ്റ് ഈസ് ഇമ്പോർട്ടൻറ്റ് ടു ടേക്ക് കെയർ ഓഫ് യുവർ ലൈഫ്. അതുകൊണ്ട് ഈ കാര്യങ്ങളെല്ലാം നോക്കുക. എന്നിട്ട് ഈ കാര്യങ്ങളിലെല്ലാം നിങ്ങൾക്ക്
മാനേജ് ചെയ്തുകൊണ്ട് പോവുകയാണെങ്കിൽ മാനേജ് ചെയ്തുകൊണ്ട് പോകാൻ പറ്റുക. അതല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഡിവോഴ്സിലേക്ക് പതുക്കെ നീങ്ങുക. അപ്പോഴും നിങ്ങളെ ടേക്ക് കെയർ ചെയ്യുക, നിങ്ങളെ പ്രൊട്ടക്റ്റ് ചെയ്യുക, സെക്യൂർ ആക്കുക എന്നുള്ളത് നിങ്ങളുടെ ചുമതലയാണ്. ഞാൻ എപ്പോഴും പറയാറുള്ളത് പോലെ തന്നെ നെവർ ടേക്ക് അബ്യൂസ്, നെവർ ഗിവ് അബ്യൂസ്, നെവർ സെൽഫ് അബ്യൂസ്. ഇത് നിങ്ങൾ മനസ്സിൽ സൂക്ഷിച്ചുകൊണ്ട് ഏറ്റവും നന്നായിട്ട് ജീവിക്കാൻ നമ്മളെല്ലാം ദൈവം അനുഗ്രഹിക്കട്ടെ.